പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് കെമിസ്ട്രിയിലെ ട്രാൻസിഷൻ എലമെൻറ്റ്സ് എന്ന ഭാഗമാണ്. എല്ലാവരും ശ്രദ്ധിക്കുക. അതായത് മൂന്നാമത്തെ ഗ്രൂപ്പ് മുതൽ 12ാമത്തെ ഗ്രൂപ്പ് വരെ, പീരിയോഡിക് ടേബിളിലെ മൂന്നാമത്തെ ഗ്രൂപ്പ് മുതൽ 12ാമത്തെ ഗ്രൂപ്പ് വരെയുള്ള മൂലകങ്ങൾക്ക് പറയുന്ന പേരാണ് ട്രാൻസിഷൻ എലമെൻറ്റ്സ് എന്ന് പറയുന്നത്. ദ എലമെൻറ്റ്സ് പ്രസൻറ്റ് ഇൻ ദ 10 ഗ്രൂപ്പ് ഫ്രം Group 3 to Group 12 in the periodic table are called transition elements. എന്നാൽ 12ാമത്തെ ഗ്രൂപ്പ് പൊതുവെ ട്രാൻസിഷൻ എലമെൻറ്റ്സ് ആയി കൺസിഡർ ചെയ്യുമെങ്കിലും they are not transition elements in the strict sense. അതിനെക്കുറിച്ചൊക്കെ വലിയ ക്ലാസ്സിൽ പഠിക്കും. അതായത് 12ാമത്തെ ഗ്രൂപ്പിനെ ട്രാൻസിഷൻ എലമെൻറ്റ്സുമായി പരിഗണിക്കുന്നില്ല. അതൊക്കെ വലിയ ക്ലാസ്സിൽ അതിനെക്കുറിച്ച് കൂടുതലായിട്ട് പഠിക്കും. The elements from group 3 up to group 12 are known as the transition elements because they indicate a regular change or transition from more metallic elements of group 2 to less metallic element of group 13. അതായത് 3 മുതൽ 12 വരെയുള്ള ഗ്രൂപ്പുകൾക്കാണ് ട്രാൻസിഷൻ എലമെൻറ്റ്സ് എന്ന് പറയാം. നമ്മൾ പഠിച്ചു അല്ലേ? എന്താണ് ഇതിന് കാരണം എന്ന് പറയുന്നത്, 3 മുതൽ 12 വരെ ഇതിൻ്റെ ലോഹ സ്വഭാവം കുറഞ്ഞു വരികയാണ്. അതുകൊണ്ട് തന്നെ ഈ ക്രമമായ പരിവർത്തനം സൂചിപ്പിക്കുന്നത് ട്രാൻസിഷൻ എലമെൻറ്റ്സ് എന്ന് സൂചിപ്പിക്കുന്നു. 3 മുതൽ 12 വരെയുള്ള ഗ്രൂപ്പുകളിൽ അതിൻ്റെ മെറ്റാലിക് ക്യാരക്ടർ എന്ത് ചെയ്യാണ്, കുറഞ്ഞു വരികയാണ്. അതുകൊണ്ട് തന്നെ അവയെ ട്രാൻസിഷൻ എലമെൻറ്റ്സ് എന്ന് പറയുന്നു. അതിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നോക്കാം. പൊട്ടാസ്യത്തിൻ്റെ 2,8,8,1, കാൽസ്യം 2,8,8,2, സ്കാൻഡിയം 2,8,9,2, Ti 2,8,10,2, വി 2,8,11,2. ഇവിടെയൊക്കെ നോക്കുക. ഇൻ 10 ഗ്രൂപ്പ് ഫ്രം ഗ്രൂപ്പ് 3 to 12 ഇലക്ട്രോൺ ഫില്ലിംഗ് ടേക്സ് പ്ലേസ് ഇൻ ദ പെനൾട്ടിമേറ്റ് ഷെൽ എന്ന് പറഞ്ഞാൽ അവസാനത്തെ ഷെല്ലിന് തൊട്ട് മുമ്പുള്ള ഷെല്ലിലാണ് ഇലക്ട്രോൺ പൂരണം നടക്കുന്നത്. ട്രാൻസിഷൻ എലമെൻറ്റ്സിലെ അവസാനത്തെ ഔട്ടർമോസ്റ്റ് ഷെല്ലിൻ്റെ തൊട്ടടുത്തുള്ള പെനൾട്ടിമേറ്റ് ഷെല്ലിലാണ് അതിൻ്റെ ഇലക്ട്രോൺ ഫില്ലിംഗ് നടക്കുന്നത് എന്നുള്ളതാണ് ട്രാൻസിഷൻ എലമെൻറ്റ്സിൻ്റെ പ്രത്യേകത. Usually transition elements in the same period have the same number of outermost electron, hence they show similarity in properties along a period too. പൊതുവെ ഒരേ പീരീഡിലുള്ള ട്രാൻസിഷൻ എലമെൻസിൻ്റെ ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ ഇലക്ട്രോണിൻ്റെ എണ്ണം തുല്യമാണ്. അതുകൊണ്ട് അവ പീരീഡിലും രാസഗുണങ്ങളിൽ സാദൃശ്യം കാണിക്കുന്നു എന്നുള്ളതാണ്. എന്ന് പറയാം, ട്രാൻസിഷൻ എലമെൻറ്റ്സ് ഇൻ ദ സെയിം പീരീഡ് ഹാവ് ദ സെയിം നമ്പർ ഓഫ് ഔട്ടർമോസ്റ്റ് ഇലക്ട്രോൺ. പൊതുവെ ഒരേ പീരീഡിലുള്ള ട്രാൻസിഷൻ എലമെൻറ്റ്സിൻ്റെ ഔട്ടർമോസ്റ്റ് ഷെല്ലിലെ ഇലക്ട്രോണിൻ്റെ എണ്ണം തുല്യമാണ്. ദേ ഷോ സിമിലാരിറ്റി ഇൻ പ്രോപ്പർട്ടീസ് അലോങ് എ പീരീഡ് ടു. അതുകൊണ്ട് അവ പീരിയഡിലും രാസഗുണങ്ങളിൽ സാദൃശ്യം കാണിക്കുന്നു. ഇനി നോക്കാം, കുറച്ച് കെമിക്കൽസിൻ്റെ പേര് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മോളിക്കുലർ ഫോർമുലയും കളറും എഴുതാനാണ്. ഒന്നാമത്തെ നോക്കാം, നിക്കൽ സൾഫേറ്റ്. അതിൻ്റെ മോളിക്കുലർ ഫോർമുല എന്ന് പറയുന്നത് NiSO4 ആണ്. അതിൻ്റെ കളറ് യെല്ലോ ഗ്രീൻ ആണ്. ഒരു മഞ്ഞ കലർന്ന ഗ്രീൻ നിറത്തിലുള്ളതാണ് നിക്കൽ സൾഫേറ്റ് എന്ന് പറയുന്നത്. രണ്ടാമത്തത് കോപ്പർ സൾഫേറ്റ് ആണ്. അതിൻ്റെ മോളിക്കുലർ ഫോർമുല CuSO4 ആണ്. അത് ബ്ലൂ കളറാണ്. മൂന്നാമത്തത് കാൽഷ്യം കാർബണേറ്റ് CaCO3, അത് വൈറ്റ് കളറാണ്. നാലാമത്തത് പൊട്ടാസ്യം പെർമാംഗനേറ്റ്. പൊട്ടാസ്യം പെർമാംഗനേറ്റിൻ്റെ കളർ എന്ന് പറയുന്നത് പർപ്പിളാണ്. അതിൻ്റെ മോളിക്കുലർ ഫോർമുല KMnO4. അടുത്തത് കൊബാൾട്ട് നൈട്രേറ്റ് CONO3 ട്വൈസ് ആണ്. അതൊരു പെയിൽ റെഡ് നിറമാണ്, എന്ന് പറഞ്ഞാൽ മങ്ങിയ ചുവപ്പ് നിറത്തിലുള്ളതാണ്. അടുത്തത് പൊട്ടാസ്യം ഡൈക്രോമേറ്റ് ആണ്.
അതിൻ്റെ മോളിക്കുലാർ ഫോർമുല എന്ന് പറയുന്നത് K2Cr2O7 ആണ്. ഓറഞ്ച് റെഡാണ് അതിൻ്റെ നിറമെന്ന് പറയുന്നത്. അടുത്തത് ഫെറസ് സൾഫേറ്റ് ആണ്. അതിൻ്റെ മോളിക്കുലാർ ഫോർമുല FeSO4 ആണ്. അത് ലൈറ്റ് ഗ്രീൻ നിറത്തിലുള്ള ഒരു കെമിക്കലാണ്. അപ്പോൾ നമ്മൾ ഇതുവരെ പറഞ്ഞൊന്ന് ചുരുക്കി പറയാം. എലമെൻറ്റ്സ് ഇൻക്ലൂഡഡ് ഇൻ ഗ്രൂപ്പ് 3 to 12 ആർ ട്രാൻസിഷൻ എലമെൻറ്റ്സ്. 3 മുതൽ 12 ഗ്രൂപ്പ് വരെയുള്ള മൂലകങ്ങൾ അടങ്ങിയ എലമെൻറ്റ്സ് പറയുന്ന പേരാണ് ട്രാൻസിഷൻ എലമെൻറ്റ്സ്. ഫില്ലിംഗ് ഓഫ് ഇലക്ട്രോൺ ടേക്സ് പ്ലേസ് ഇൻ ദ പെനൽറ്റിമേറ്റ് ഷെൽ. ഇലക്ട്രോൺ പൂരണം, ഇലക്ട്രോൺ ഫില്ലിംഗ് നടക്കുന്നത് അവസാനത്തെ ഷെല്ലിൻ്റെ, അതായത് ഔട്ടർ മോസ്റ്റ് ഷെല്ലിന് തൊട്ടടുത്തുള്ള ഷെല്ലിലാണ്, പെനൽറ്റിമേറ്റ് ഷെൽ. ജനറലി ദേ എക്സിബിറ്റ് സിമിലാരിറ്റി ഇൻ കെമിക്കൽ പ്രോപ്പർട്ടീസ് ഇൻ ഗ്രൂപ്പ്സ് ആസ് വെൽ ആസ് പീരീഡ്. ഗ്രൂപ്പിലും പീരീഡിലും കെമിക്കൽ പ്രോപ്പർട്ടീസിൽ സിമിലാരിറ്റി കാണിക്കുന്നു എന്നുള്ളതാണ്. ദേ ആർ മെറ്റൽസ്. ട്രാൻസിഷൻ എലമെൻറ്റ്സ് ആർ മെറ്റൽസ് ആണല്ലോ. ദേ ജനറലി ഫോം കളേർഡ് കോമ്പൗണ്ട്. ഇതെല്ലാം ട്രാൻസിഷൻ എലമെൻറ്റ്സ് എല്ലാം കളറുള്ള സംയുക്തങ്ങളാകുന്നു. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ആണ് ഇന്നത്തെ ക്ലാസ്സിൽ പറയാനുള്ളത്. ഓക്കെ.